എന്താണ് T stands for toggle അല്ലെ? ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഡയഗ്രം ഒന്ന് നോക്കിക്കേ. ഡയഗ്രം ഒന്ന് നോക്കിയേ. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് JK തന്നെയല്ലേ? ആ JKയുടെ രണ്ട് ഇൻപുട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോയിന്റ്സ് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ജെനെയും കെനെയും കൂടെ ജസ്റ്റ് ഷോർട്ട് ചെയ്തു. ജെയുടെയും കെയുടെയും രണ്ട് ഇൻപുട്സിനെ ഷോർട്ട് ചെയ്ത് ഒരു സിംഗിൾ ഇൻപുട്ട് ആയിട്ട് മാറ്റി കഴിഞ്ഞപ്പം ദിസ് ഈസ് കോൾഡ് ആസ് ദ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ നേരത്തെ SRന്റെ രണ്ട് ഇൻപുട്സിനെ ഒരു നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടി അല്ലെ? അതേപോലെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ജസ്റ്റ് രണ്ട് ഇൻപുട്സിനെയും കൂടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ രണ്ട് നമ്മളുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിന് മാത്രമാണ് സിംഗിൾ ഇൻപുട്ട് ഉള്ളത്, D ഫ്ലിപ്പ് ഫ്ലോപ്പും T ഫ്ലിപ്പ് ഫ്ലോപ്പും. D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. അതിന്റെ രണ്ട് ഇൻപുട്സിനെയും എസിനെയും ആറിനെയും കൂടെ ഒരു നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. സിമിലർലി JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്തുനിന്നാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെ JKയുടെ രണ്ട് ഇൻപുട്സുകളെയും കൂടെ ഷോർട്ട് ചെയ്ത് സിംഗിൾ ഇൻപുട്ട് ആക്കി മാറ്റി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ദ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ വർക്കിംഗിലേക്ക് നമുക്ക് പോവാം. സോ ഇതിന്റെ വർക്കിംഗ് പറയാനായിട്ട് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലെ? സോ അപ്പം T എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ആണ് നമുക്കിവിടെ ഉള്ളത് അല്ലെ? QN ബാർ ഉണ്ട്, പ്രസന്റ് സ്റ്റേറ്റുകളുണ്ട്. QN പ്ലസ് QN+1 അതേപോലെ തന്നെ QN+1 ബാർ. അങ്ങനെ രണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റുകൾ നമുക്കുണ്ട്. ഒന്നെങ്കിൽ ടിയുടെ വാല്യൂ 0 ആകാം. ടിയുടെ വാല്യൂ 0 വരുന്ന സമയത്ത് QN ബാർ ഒന്നെങ്കിൽ 01 ആകാം അല്ലെങ്കിൽ 10 ആകാം. അതേപോലെ തന്നെ ടിയുടെ വാല്യൂ 1 ആകാം. വെൻ ക്ലോക്ക് ഈസ് 1 ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ടിയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് either QN ബാർ 01 ആകാം അല്ലെങ്കിൽ 10 ആകാം. ഓക്കെ, സോ അപ്പൊ ആദ്യം നമുക്ക് ക്ലോക്ക് എന്തായാലും 1 ആണല്ലോ. ഓക്കെ, സോ ക്ലോക്കിനെ 1 ആയിട്ട് എഴുതുവാണ്. സോ ക്ലോക്ക് 1 ആയതുകൊണ്ട് തന്നെ ഗേറ്റ് നമ്പർ 1, 2, 3, 4 3 and 4 SR ലാച്ച് ആണെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? സോ ഇവിടെ ഞാൻ S as well as R ഒന്ന് എഴുതി വെക്കുന്നുണ്ട് SR ലാച്ചിന്റെ. സോ ഗേറ്റ് നമ്പർ 1, 2. സോ ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് 1 പോകും, വിച്ച് ഈസ് ദ ക്ലോക്ക്. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2ന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് ക്ലോക്കിന്റെ 1ഉം ചെല്ലുന്നു. ഓക്കെ, ഇനി നമുക്ക് ടിക്ക് വാല്യൂ കൊടുത്ത് നോക്കാം. സോ ടിക്ക് ആദ്യം ഞാൻ 0 കൊടുത്ത് നോക്കുവാണ്. T is equal to 0. ഓക്കെ, ടിക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ ക്ലോക്ക് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആകും. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2ന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നതും 0 ആകും അല്ലെ? സോ ദെയർഫോർ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? Q ബാറിന്റെ വാല്യൂ എന്ത് വന്നാലും ശരി, ഇപ്പം ഇവിടെ 01 വന്നാലും ശരി 10 വന്നാലും ശരി, ബോത്ത് ദ ഗേറ്റ്സ് 1 and 2ന്റെ വൺ ഓഫ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? 0 ആണ് അല്ലെ? സിൻസ് T is equal to 0. Therefore the output of gate number 1 and 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? T 0 ആണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ 1 and 2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ശ്രേയസ് പറയാവോ? ശ്രേയസ് പറയാവോ? ഗേറ്റ് നമ്പർ 1ന്റെ 2ന്റെ ഔട്ട്പുട്ട് പറയാവോ? ആൽവിൻ പറയാവോ? മാത്യു? ജോ? ഷെയ്ൻ? പറയാവോ? ഗേറ്റ് നമ്പർ 1ന്റെ 2ന്റെ ഔട്ട് പറയാവോ? വൺ ഓഫ് ദ ഇൻപുട്ട് 0 ആണ് ഗേറ്റ് നമ്പർ 1ന്റെയും അതേപോലെ തന്നെ 2ന്റെയും. ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എനി വൺ ഓഫ് ദ ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് is equal to 1. Therefore both the gate number 1ന്റെയും 2ന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് will be equal to 1 ആയിരിക്കും.
Okay, so so gate number 1ന്റെ ഔട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ SR ലാച്ചിന്റെ എസിന്റെ വാല്യൂ, SR ലാച്ചിന്റെ എസിനും ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. സോ ഇവിടെ ടേബിൾ കിടപ്പുണ്ട്. SR ലാച്ചിന്റെ 1 1 ആണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. ഓക്കെ, സോ അപ്പൊ 0 1 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും QN+1 ബാറിന് എനിക്ക് എന്ത് തന്നെ കിട്ടും? 0 1 കിട്ടും. 1 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 1 0 തന്നെ കിട്ടും, സിൻസ് ദിസ് ഈസ് ദ മെമ്മറി സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ QN-ന്റെയും QN+1-ന്റെയും QN-ന്റെയും QN ബാറിന്റെ വാല്യൂ ആക്ച്വലി എന്താണെന്നുണ്ടെങ്കിൽ വിഷയമില്ല, കാരണം ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്തായാലും ശരി 1-ന്റെയും 2-ന്റെയും ഗേറ്റ് നമ്പർ 1-ന്റെയും 2-ന്റെയും ഔട്ട്പുട്ട് എനിക്ക് എപ്പോഴും 1 കിട്ടത്തുള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി ദ മെമ്മറി സ്റ്റേറ്റ് ഓഫ് ദ SR ലാച്ച്. ഹെൻസ് T ഫ്ലിപ്പ് ഫ്ലോപ്പിന് Tക്ക് 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. Okay, now coming to the next case, that is when T is equal to 1. T is equal to 1. Okay, so T ക്ക് 1 കൊടുത്തു നോക്കാം. T 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗേറ്റ് നമ്പർ 1-ന്റെ ഒരു ഇൻപുട്ട് 1 ആണ്. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2-ന്റെ ഒരു ഇൻപുട്ട് 1 ആണ്. ഓരോ ഇപ്പം നോക്കിയാൽ ഗേറ്റ് നമ്പർ 1-ന്റെ 2 ഇൻപുട്ടുകളും 1 ആണ്, ഗേറ്റ് നമ്പർ 2-ന്റെ 2 ഇൻപുട്ടുകൾ 1 ആണ്. അപ്പൊ മൂന്നാമത്തെ ഇൻപുട്ട് ഏതാണെന്ന് അറിയാതെ എനിക്ക് ഒരിക്കലും ഗേറ്റ് നമ്പർ 1-ന്റെയും 2-ന്റെ ഔട്ട്പുട്ട് പറയാൻ പറ്റത്തില്ല. സോ അപ്പൊ ആദ്യം ഞാൻ ഏതായാലും ഗേറ്റ് നമ്പർ നമ്മുടെ ക്യൂവിന്റെയും ക്യൂ ബാറിന്റെ വാല്യൂസ് എടുത്തിട്ടാണ് ഗേറ്റ് നമ്പർ 1-നും 2-നും എടുത്ത് കൊടുത്തേക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഒന്നെങ്കിൽ ക്യൂ ബാറിന് 0 1 വരാം, അല്ലെങ്കിൽ 1 0 വരാം. അപ്പൊ ആദ്യം നമുക്ക് 0 1 കൊടുത്തു നോക്കാം. സോ ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ 0 എവിടെ എത്തും? ഗേറ്റ് നമ്പർ 2-ന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ ക്യൂ ബാർ എന്ന് പറയുന്ന 1 ആയ സ്ഥിതിക്ക് ആ 1 എന്ന് പറയുന്നത് എവിടെ എത്തും? ഇവിടെ, വിച്ച് മീൻസ് ഗേറ്റ് നമ്പർ 1-ന്റെ തേർഡ് ഇൻപുട്ട് ആയിട്ട് 1 വരും. സോ ഗേറ്റ് നമ്പർ 1-ന്റെ 3 ഇൻപുട്ടുകളും 1 ആണ്. ഗേറ്റ് നമ്പർ 2-ന്റെ ഒരു ഇൻപുട്ട് 0 ആണ്, മിച്ചുള്ള 2 ഇൻപുട്ടുകൾ 1 ആണ്. Therefore ഗേറ്റ് നമ്പർ 1-ന്റെയും 2-ന്റെയും ഔട്ട്പുട്ട് പറയാവോ? അജൽ പറയാവോ? ഗേറ്റ് നമ്പർ 1-ന്റെയും 2-ന്റെയും ഔട്ട്പുട്ട് പറയാവോ? അജൽ 0 ആണോ? ഗേറ്റ് നമ്പർ 1-ന്റെ ഔട്ട്പുട്ട് 0. ഗേറ്റ് നമ്പർ 2-ന്റെ ഔട്ട്പുട്ട് 1. 1, കാരണം 1 ഓഫ് ദി ഇൻപുട്ട് ഈസ് 0, അതുകൊണ്ട് 1 ആണ്. ഓക്കെ, സോ അപ്പൊ SR ലാച്ചിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്താണ്? 0 1. എസിന്റെ വാല്യൂ 0യും ആറിന്റെ വാല്യൂ 1ഉം. സോ 0 1, SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ താഴെ കിടപ്പുണ്ട്. 0 1 വരുവാണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ സെറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് 1 0. സോ അപ്പൊ എനിക്ക് ഇവിടെ ട്രൂത്ത് ടേബിളിൽ എഴുതാലോ 1 0, കാരണം QN+1-ന്റെയും QN+1 ബാറിന്റെ വാല്യൂ 1 0 ആണ് വരുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് കേസ്, അതായത് ടിയുടെ വാല്യൂ 1 തന്നെയാണ്, പക്ഷെ നമുക്ക് ഇതായിപ്പോ നമ്മൾ കണ്ടത് 0 1 വരുന്ന കേസ്. ഇനി 1 0 കൊടുക്കുവാണെങ്കിൽ എന്താണ് വരുന്നതെന്ന് കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഓക്കെ, സോ ക്യൂവിന്റെ വാല്യൂ ഇത് ഈ കേസാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ക്യൂവിന്റെ വാല്യൂ 1ഉം QN ബാറിന്റെ വാല്യൂ 0യും. സോ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ 1 എന്ന് പറയുന്നത് എവിടെ എത്തും? ഗേറ്റ് നമ്പർ 2-ലെത്തും. അതേപോലെ തന്നെ ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് 0 എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 1-ന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് മാറും. Therefore ഗേറ്റ് നമ്പർ 1-ന്റെയും 2-ന്റെയും ഔട്ട്പുട്ട് പറയാൻ പറ്റുമോ? ദേവദത്ത് പറയാവോ? 1-ന്റെ ഔട്ട്പുട്ട് പറയാവോ? ഗേറ്റ് 1-ന്റെ ഔട്ട്പുട്ട് 1, 2-ന്റെ ഔട്ട്പുട്ട് 0. അതെ, സോ ഗേറ്റ് നമ്പർ 1-ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1, അതേപോലെ ഗേറ്റ് നമ്പർ 2-ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. സോ SR ലാച്ചിലേക്ക് എസിലേക്ക് പോകുന്ന വാല്യൂ 1ഉം SR ലാച്ചിന്റെ ആറിലേക്ക് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0. സോ SR ലാച്ചിന്റെ 1 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ട്രൂത്ത് ടേബിൾ കിടപ്പുണ്ട്. 1 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ റീസെറ്റ് സ്റ്റേറ്റ്, വിച്ച് മീൻസ്
qn plus 1 and qn plus 1 in ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് will be 0 1. സോ ഇവിടെ 0 1. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സ്റ്റേറ്റിന്റെ പേരും കൂടെ എഴുതിയാൽ മതിയല്ലോ. അപ്പൊ നോക്കിക്കേ, ടിയുടെ വാല്യൂ 1 ആണ്, ക്യുഎന്നിന്റെ വാല്യൂ 0 വരുമ്പോൾ ക്യുഎൻ പ്ലസ് 1 ബാർ 1 ആകും, ക്യുഎൻ ബാറിന്റെ വാല്യൂ 1 വരുമ്പോൾ ക്യുഎൻ പ്ലസ് 1 ബാർ 1 വരും. അതേപോലെ തന്നെ ക്യുഎന്നിന്റെ വാല്യൂ എന്താണോ അതിന്റെ നോട്ടഡ് വാല്യൂ ആണ് ക്യുഎൻ പ്ലസ് 1 വരുന്നത്, ക്യുഎൻ ബാറിന്റെ നോട്ടഡ് വാല്യൂ ആണ് ക്യുഎൻ പ്ലസ് 1 ബാറിൽ വരുന്നത്. ഈ സ്റ്റേറ്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ദ ടോഗിൾ സ്റ്റേറ്റ് അല്ലെ. സോ ദിസ് ഈസ് ദ ടോഗിൾ സ്റ്റേറ്റ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പേര് തന്നെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് അല്ലെ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനും അതേപോലെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഓർ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമുക്ക് ടോഗിൾ സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. നമ്മുടെ എസ് ആറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ടി എസ് ആറിലും ഡിയിലും നമുക്ക് ടി അല്ലെങ്കിൽ ടോഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു അല്ലെ. ഇപ്പൊ ജെ കെയും അതേപോലെ തന്നെ ഇപ്പൊ ടിയിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എസ് ആറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവാലിഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. സോ ആ ഇൻവാലിഡ് സ്റ്റേറ്റ് ഇപ്പൊ നിലവിൽ നമ്മളുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെന്നുണ്ടെങ്കിൽ ശരി, ഇപ്പം ജെ കെ എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ഡിക്കകത്ത് ഇൻവാലിഡ് സ്റ്റേറ്റ് ഒന്നും വരുന്നില്ല, ടിക്കകത്ത് നമുക്ക് ടോഗിളാണ് വരുന്നത്. സോ എസ് ആറും ജെ കെയും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എസ് ആറിന്റെ അകത്ത് നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ജെ കെയിലേക്ക് വരുന്ന സമയത്ത് we are not having an invalid state, instead we are having a toggle state. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് കേസ് വിച്ച് ഈസ് ദ എം എസ് ജെ കെ. സോ എം എസ് ജെ കെയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് അറിയാനായിട്ടുണ്ട്, വിച്ച് ഈസ് ദ റേസ് അറൌണ്ട് കണ്ടീഷൻ. ഒരു 5 മിനിറ്റ്സ് നിർത്താവേ, 5 to മാക്സിമം ഒരു 6 minutes. ഓക്കെ, സോ നമ്മളുടെ ലാസ്റ്റ് ഒരു കേസ് കൂടെ കാണാനായിട്ടുണ്ട്, റേസ് അറൌണ്ട് കണ്ടീഷൻ. അത് എന്നാന്ന് പറയാതെ നമുക്ക് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ പ്രോബ്ലം വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഓൾസോ ദാറ്റ് ഹാപ്പൻസ് വെൻ ദ വാല്യൂ ഓഫ് ജെ ആൻഡ് കെ ഈസ് ഈക്വൽ ടു 1. നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ജെയുടെയും കെയുടെയും വാല്യൂ 1 വരുന്ന സമയത്ത്, ലാസ്റ്റ് കണ്ട കേസ് അതാണ്, ജെ കെയുടെ വാല്യൂ 1 വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ടോഗിളിംഗ് ആണ് നടക്കുന്നത്, ടോഗിൾ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇതിപ്പോ നിങ്ങൾ ഒരു ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകും ആ ടോഗിളിംഗ്, കാരണം നിങ്ങൾ LEDs ആയിരിക്കും ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവുക. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആണ്. ഓക്കെ, അപ്പൊ ജെയുടെയും കെയുടെയും വാല്യൂ 1 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് LEDs ആക്ച്വലി മാറി മാറി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അല്ലാതെ 0 നേരത്തെ കൊടുത്തിരുന്ന വാല്യൂവിന്റെ കറക്റ്റ് ടോഗിളുടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. സാധാരണഗതിയിൽ ഒരു ജസ്റ്റ് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾ എടുത്ത് ലാബിൽ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് അടുത്ത സെം ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ ജെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് that issue is actually happening due to this race around condition. So that happens actually first കാര്യം എന്ന് പറയുന്നത് j and k is equal to 1 and also when the clock pulse is actually quite long. Okay, clock pulse-ന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് quite long ആണെന്നുണ്ടെങ്കിൽ the out എന്ന് പറയുന്നത്, സോ അതായത് j is equal to 1 and k is equal to 1 and the clock pulse ന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് is getting higher. സോ ഇപ്പൊ സേ നമ്മളുടെ ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, സോ j എന്ന് പറയുന്നത് is equal to 1 and k എന്ന് പറയുന്നത് is equal to 1 ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ദ ക്ലോക്ക്. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചുമ്മാ അങ്ങ് വരയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ QN+1 ഓർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോക്കിന്റെ പോസിറ്റീവ് വാല്യൂസ് വരുന്ന സമയത്ത്, ഈ ഒരു കേസിൽ ഇവിടെ തൊട്ടായിരിക്കും വരുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ സഡൻ ആയിട്ടൊരു 010101 എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ നടക്കും. സോ അതായത് ക്ലോക്ക് പൾസ് ഇപ്പൊ ജസ്റ്റ് ചുമ്മാ റഫ് ആയിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ക്ലോക്ക് പൾസ് സഡൻ, ഈ ക്ലോക്ക് പൾസ് ഹൈ ആവുന്ന സമയത്ത് ജെയുടെയും കെയുടെയും വാല്യൂ 1 ആണ്, ക്ലോക്ക് പൾസ് ഹൈ ആവുന്ന സമയത്ത് സഡൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ 010101 ട്രാൻസിഷൻസ് ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റേസ് അറൌണ്ട് കണ്ടീഷൻ. ഇനി റേസ് അറൌണ്ട് കണ്ടീഷനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ഗോട്ട് two different methods. Usually what is race around condition and what are the different steps to eliminate race around condition എന്ന് പറഞ്ഞാൽ usually ഒരു 3 mark question ആണ്, സാധാരണഗതിയിൽ ചോദിച്ചു വരുന്ന ഒരു question ആണ്. So there are two methods in which you can avoid race around condition. So the first one is by using a negative edge triggering and the second option is by using a MSJK or master slave JK flip flop ഉപയോഗിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ആ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കണക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇൻ വിച്ച് ആസ് ദ നെയിം ഡിനോട്ട്സ്, ഒരു 2 ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. 1 ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ആക്ട് ആസ് ദ മാസ്റ്റർ ആൻഡ് ദ സെക്കൻഡ്
JK flip flop will act as the slave. Okay, so അങ്ങനെ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ വൺ ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മാസ്റ്റർ എന്നും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ സ്ലേവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പൊ ഇവിടുത്തെ ഗേറ്റ് നമ്പർ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 1 എന്ന് പറയുന്ന മാസ്റ്റർ ആയിട്ടും സ്ലേവ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2 സെക്കൻഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ജസ്റ്റ് ക്ലോക്കിലാണ് ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിച്ച് ഇസ് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട് ഈസ് ബീങ് ഫെഡ് ആസ് ഇൻപുട്ട് 2. നോക്കിയേ, Q എടുത്തിട്ടാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ, അതായത് J2ന്റെ, ഇതിനെ ഇപ്പൊ ഞാൻ J1 K1 എന്ന് വിളിക്കുകയെന്ന് വിചാരിക്കുക. ദിസ് ഇസ് Q1 Q1 ഡാഷ്, this is Q2 and Q2 dash ആണെന്ന് വിചാരിക്കാം. Okay, so Q1 is the output of the first flip flop, and the output is being fed as input to the second JK flip flop, and Q1 dash is the second output of the first flip flop that is being fed as input to the second K input of the second JK flip flop. അതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. Then second thing is related to the clock. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഞാൻ കൊടുക്കുന്ന, ഫസ്റ്റത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഞാൻ കൊടുക്കുന്ന ക്ലോക്കിന്റെ നോട്ടഡ് വാല്യൂ ആയിരിക്കും ഐ വിൽ ബി ഗിവിംഗ് ടു ദ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, വിച്ച് മീൻസ് അറ്റ് എ ഗിവൺ ടൈം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഓൺ സ്റ്റേറ്റിൽ ഉണ്ടാവുക. അതർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് വിൽ ബി ഇൻ ദ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അതാണ് ബേസിക്കലി ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതിന്റെ ഇന്റേണൽ ഡയഗ്രാം തൊട്ട് മുമ്പേ കാണിച്ച ബ്ലോക്ക് ഡയഗ്രാം ആണ്. ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് ഇന്റേണൽ ഡയഗ്രാം. Okay, so this is the corresponding internal diagram of MSJK flip flop. അപ്പോൾ തൊട്ട് മുമ്പേ കാണിച്ച അതിന്റെ ജസ്റ്റ് ഇന്റേണൽ ആണ് നോക്കിയിരിക്കുന്നത്. അപ്പം ഗേറ്റ് നമ്പർ 1 2 3 4 എന്ന് പറയുന്നത് ഫസ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഭാഗമാണ്. ഗേറ്റ് നമ്പർ 5 6 7 8 എന്ന് പറയുന്നത് are the part of the second JK flip flop. So this is the master latch and this is the ഇത് SR ലാച്ച് ആണെന്ന് അറിയാമല്ലോ അല്ലെ. സോ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്തിരിക്കുന്ന SR ലാച്ചിനെ മാസ്റ്റർ ലാച്ച് എന്നും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്തിരിക്കുന്ന SR ലാച്ചിനെ സ്ലേവ് ലാച്ച് എന്നാണ് ഇപ്പൊ ജസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ക്ലോക്ക് കൊടുക്കുന്ന മറന്നു പോകരുത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തിരിക്കുന്നതിന്റെ നോട്ടഡ് ക്ലോക്ക് എടുത്തിട്ടാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇനി ഇതിന്റെ ഇപ്പൊ വർക്കിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, കാരണം JKയുടെ സെയിം വർക്കിംഗ് തന്നെയാണ്. 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്നാന്ന് നോക്കുക, ദാറ്റ് ഈസ് ബീങ് ഫെഡ് ആസ് ഇൻപുട്ട് 2. അപ്പൊ ക്ലോക്കിന്റെ വാല്യൂ മാറി വരും. അത് ജസ്റ്റ് ഒന്ന് തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സെയിം വർക്കിംഗ് തന്നെയാണ് JKയുടെ. വലിയ വേരിയേഷൻസ് ഇല്ല. കൂടെ ക്ലോക്ക് ഇൻവേർട്ട് ചെയ്യുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കുക. ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സെപ്പറേറ്റ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2ന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 1ന്റെ ഇൻപുട്ട് ആയിട്ട് ഫീഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് സെക്കൻഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ഇൻപുട്ട് NAND ഗേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ലാബിലൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. Okay, so that means the truth table, coming to the truth table of the MSJK flip flop, that is exactly the same as that of the JK flip flop. JK flip flopനെ കൊടുത്തിരിക്കുന്ന JK flip flopന് ഉള്ള സെയിം ട്രൂത്ത് ടേബിൾ തന്നെയാണ് MSJKക്ക്. ഒരു വ്യത്യാസവും ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, തിയറട്ടിക്കലി സ്പീക്കിംഗ് ട്രൂത്ത് ടേബിൾ എക്സാക്ട്ലി ദ സെയിം ആണ്, ഓർ പ്രാക്ടിക്കലി ഓൾസോ ട്രൂത്ത് ടേബിൾ സെയിം ആണ്. പക്ഷെ നിങ്ങളത് ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് വെറുതെ JK എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാറി ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. MSJKയിൽ വരുമ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇങ്ങനെ 0-1 കൊടുക്കുന്ന സമയത്ത് 1-0 കിട്ടും എന്ന് പറഞ്ഞില്ലേ, ആ ടോഗ്ലിംഗ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബൈ യൂസിങ് ദിസ് MSJK. സോ ഇത്രയും കാര്യങ്ങളാണ്